ശ്രീനീതിനോട് മമ്മൂക്ക പറഞ്ഞിട്ടാണ് സ്വാമി സാർ ഇങ്ങനെ ഒരു ഉദ്യോഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടത്. മമ്മൂക്കയുടെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് സ്വാമി സാർ ചോദിക്കുന്നത്. ശ്രീനിയുടെ മമ്മൂട്ടിയെ പറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ചു കാലം മുമ്പുള്ള ഒരു കാര്യം പെട്ടെന്ന് ആദ്യം ഓർമ്മയ്ക്ക് വരുന്നത്, അതായത് അദ്ദേഹത്തിന് അഭിനയത്തിനുള്ള നാഷണൽ അവാർഡ്. ആ വർഷം ചിന്താവൃത്തിയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയ്ക്ക് എനിക്ക് ഒരു നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡൽഹിയിലെത്തി. അപ്പോ ഈ അവാർഡ് ചടങ്ങ് നടക്കുന്നതിന്റെ തലേ ദിവസം പ്രസിഡന്റ് അവാർഡ് ഭാഷയിൽ റിഹേഴ്സലൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനും മര്യാദ അനാവശ്യം സംസാരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവാർഡ് വാങ്ങുന്ന സമയം. അപ്പോൾ അവാർഡ് ജേതാക്കളുടെ ആളുകളെ പറ്റി കേക്കർ ചെയ്യുന്ന ആള് ആദ്യം കുറച്ചാണ് സംസാരിക്കും. അദ്ദേഹത്തിനൊക്കെ ജീവചരിത്രം അങ്ങനെ പറ്റി സംസാരിക്കും. അപ്പൊ മമ്മൂട്ടിയുടെ കാര്യം പറയുന്ന സമയത്ത് കേക്കർ പറഞ്ഞു, "This is the second time he's getting the award." അപ്പൊ മമ്മൂട്ടി ഒറ്റയാണ് പ്രസിഡന്റ് കേരളത്തിലാണ് പേടിച്ചു. അയാൾ ടേക്ക് ഓവറിന്റെ പേരിലാണെന്ന് പേടിച്ചത്. അപ്പൊ മമ്മൂട്ടി, "This is the third time I'm getting the same award." അതാ പ്രശ്നം. രണ്ടാമത്തെ തവണയല്ല, മൂന്നാമത്തെ തവണയാണ് കിട്ടുന്നത്. പ്രസിഡന്റ് അവാർഡ് വാങ്ങാൻ പോയപ്പോ പ്രസിഡന്റ് എന്തോ പറയുന്നത് കേട്ടു. എന്നെ പേടിപ്പിച്ചറിഞ്ഞതെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ കേട്ടില്ല, പക്ഷെ എങ്കിലും അതായിരിക്കും സോറി സാറെന്ന് മമ്മൂട്ടി പറഞ്ഞതായിട്ട് തോന്നി. പക്ഷെ എന്തായാലും വളരെ അസുഖം വന്നതായിട്ട് അറിഞ്ഞില്ല. അധികം ജീവിച്ചില്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഈ രണ്ടു തവണ മൂന്നാമത്തെ തവണ ആണെന്ന് പറയാൻ വിട്ടുപോയതിന് ഇത്രയും വലിയ ഒറ്റ വെക്കണമായിരുന്നു എന്നുള്ളതാണ് എന്റെ സംശയം. അതുകൊണ്ട് അദ്ദേഹം സ്വാമിയെ ഉപദേശിച്ച എല്ലാ ഉപദേശവും വേണ്ടിയിരുന്നു എന്നാണ് എന്റെ സംശയം. ഇതിന്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു 45 വർഷത്തിലധികമൊക്കെയായി ഞാൻ സിനിമയില് വന്നുപെട്ടിട്ട് ഒരു വർഷത്തിന് ടൈറ്റിൽ നടത്തിന് ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ടൈറ്റിൽ ആളെ വിളിക്കുന്നത്. എറണാകുളത്താണ് ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമ ഷൂട്ടിംഗ് നടന്നത്. രവിപുരത്ത് മണിമുഴക്കം. അന്ന് പരിചയപ്പെട്ടു. അന്ന് സ്വാമിയെ എടുത്തു തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. കാർട്ടൂണിസ്റ്റ് തോമസ് പ്രൊഡ്യൂസർ, അദ്ദേഹത്തിനായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ വീട്ടിൽ ഞങ്ങളൊക്കെ. അതെ.